दिनेशाय भास्कराय नमो नमः। गजाननं भूतगणातिसेवितम् कपित्थजम्बुफलसारभक्षितम् उमासुतं शोकविनाशकारणम् नमामि विघ्नेश्वरपादपङ्कजम्। नमः नमः श्रीमहागणपते नमः। अविघ्नमस्तु श्रीगुरुभ्यो नमः। സ്വാമിയേ ശരണമയ്യപ്പ. നിറങ്കൈതക്കോട്ട ശ്രീ അയ്യപ്പ ക്ഷേത്രം. നിറങ്കൈതക്കോട്ട അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഉത്ഭവം ക്രിസ്താബ്ദം 12-ാം ശതകത്തിലായിരിക്കും എന്നാണ് ചരിത്രകാരന്മാരുടെയും ജ്യോതിഷുകളുടെയും നിഗമനം. കോട്ടക്കുന്നിന്റെ താഴ്വര പ്രദേശത്ത് പ്രകൃതിദത്തമായ കോട്ടയ്ക്ക് നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടക്കടവ് പാലത്തിനടുത്ത് ആനയാർ അങ്ങാടിയിൽ നിന്നും 500 മീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം. കരുണാർദ്രമയ്യപ്പ നേത്രാഞ്ജലം കലികാലദോഷങ്ങളഖിലം അകറ്റുന്നു കരുണാർദ്രമയ്യപ്പ നേത്രാഞ്ജലം ഇരുമുടിയതണിയുമൊരു ഹൃദയം. തച്ചുശാസ്ത്രവിധിയും കലാനിപുണതയും പരപ്പനാട്ട് രാജാക്കന്മാരുടെ പ്രൗഢിയും ഒത്തിണങ്ങിയ അതിഗംഭീരവും മനോഹരവുമായ ക്ഷേത്രമാണ് നിറങ്കൈതക്കോട്ട അയ്യപ്പ ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ പടിഞ്ഞാറ് ഭാഗത്ത് പാന്തർക്ക് തണലായി, ഭക്തർക്ക് അനുഗ്രഹമായി, കാഴ്ചക്കാർക്ക് ആനന്ദമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കൂറ്റൻ അരയാൽ. അരയാലിന് ഇരുവശവും കുളം, തുടർന്ന് പടിപ്പുര, കിഴക്ക് കൂറ്റൻ പത്തായപ്പുര. ചിന്മുദ്ര ചാർത്തുന്ന നാൾ തൊട്ടു ഭക്തന്റെ സന്മാനസം സ്വാമിതൻ ശ്രീലകം. ചിന്മുദ്ര ചാർത്തുന്ന നാൾ തൊട്ടു ഭക്തന്റെ സന്മാനസം സ്വാമിതൻ ശ്രീലകം. ദുരിതങ്ങളാളുന്ന ധരതന്നിൽ നീളുന്ന ശരണങ്ങളാനന്ദ സന്ദായകം. ദുരിതങ്ങളാളുന്ന ധരതന്നിൽ നീളുന്ന ശരണങ്ങളാനന്ദ സന്ദായകം.
ശിവതപാദാംഭോജമല്ലാതെ ഇല്ലൊന്നും ഈ ദാസനാശ്വാസ പത്തായപ്പുരയിൽ ഇരുവശത്തും പൂമുഖം. ഇല്ലൊന്നും ഈ ദാസനാശ്വാസ സങ്കേതകം. ഇരുമുടിയതണിയുമൊരു ഹൃദയമിഴി തഴുകുവതു ശബരിഗിരിനാഥന്റെ പൊന്നമ്പലം. കലികാല ദോഷങ്ങൾ അഖിലം അകറ്റുന്നു കരുണാർദ്രമയ്യപ്പ നേത്രാഞ്ജലം. പൂമുഖത്തട്ടിലെ കൊത്തുപണിയിൽ ജീവൻ വെച്ച രാമകഥ. ശബരിഗിരിനാഥന്റെ പൊന്നമ്പലം. പൊൻപമ്പ തന്മന്ത്രനാദത്തിലും സാന്ദ്രഭക്തിമയം സ്വാമി സംഗീതം. പലതരം മരങ്ങളാൽ നിർമ്മിച്ച പൂക്കൾ. നാദത്തിലും സാന്ദ്രഭക്തിമയം സ്വാമി സങ്കീർത്തനം. തവ പള്ളിക്കെട്ടേന്തി നടകൊള്ളും നേരത്ത് വനമല്ലിതോങ്കാര പൂങ്കാവനം. തവ പള്ളിക്കെട്ടേന്തി നടകൊള്ളും നേരത്ത് വനമല്ലിതോങ്കാര പൂങ്കാവനം. അരുളിയോരീ ജന്മം തൂനെയ്യതാക്കേണമീ പുണ്യ നിർവാണം. പൂമുഖത്തിന് കിഴക്ക് നെടുംപുര. നെടുംപുരയുടെ ഉള്ളിൽ പാട്ടുപുര. ഇരുമുടിയതണിയുമൊരു ഹൃദയമിഴി തഴുകുവത് ശബരിഗിരിനാഥന്റെ പൊന്നമ്പലം. ഇരുമുടിയതണിയുമൊരു ഹൃദയമിഴി തഴുകുവതു ശബരിഗിരിനാഥന്റെ പൊന്നമ്പലം. കലികാല ദോഷങ്ങൾ അഖിലം അകറ്റുന്നു കരുണാർദ്രമയ്യപ്പ നേത്രാഞ്ജലം. കലികാല ദോഷങ്ങൾ അഖിലം അകറ്റുന്നു കരുണാർദ്രമയ്യപ്പ നേത്രാഞ്ജലം. ഇരുമുടിയതണിയുമൊരു ഹൃദയമിഴി തഴുകുവത് ശബരിഗിരിനാഥന്റെ പൊന്നമ്പലം. ഇരുമുടിയതണിയുമൊരു ഹൃദയമിഴി തഴുകുവതു ശബരിഗിരിനാഥന്റെ പൊന്നമ്പലം. കലികാല ദോഷങ്ങൾ അഖിലം അകറ്റുന്നു കരുണാർദ്രമയ്യപ്പ നേത്രാഞ്ജലം. കലികാല ദോഷങ്ങൾ അഖിലം അകറ്റുന്നു കരുണാർദ്രമയ്യപ്പ നേത്രാഞ്ജലം. പത്തായപ്പുരയുടെ തെക്കുഭാഗത്ത് സ്ഫടികം പോലെ തെളിഞ്ഞ തീർത്ഥക്കുളം. കുളത്തിന് പടിഞ്ഞാറ് നെല്ലുകുത്തുപുര. പത്തായപ്പുരയിൽ നിന്നും സ്ഥലം മാറി കിഴക്കുഭാഗത്തും നെടുമ്പുരയുടെ സമീപത്തും സന്നിധാനത്തിലേക്കുള്ള കൽപ്പടവുകൾ. ചൈതന്യവും ഗാംഭീര്യവും സൗന്ദര്യവും ശാലീനതയും തുടിച്ചു നിൽക്കുന്ന ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും ആകർഷണ കേന്ദ്രമാണ്. ക്ഷേത്രത്തിനടിയിലായി ഒരു ചോലയുണ്ട്. തിടപ്പള്ളിയിൽ നിന്നും താഴേക്ക് നീണ്ടുകിടക്കുന്ന പടികളിറങ്ങി വേണം അങ്ങോട്ട് ചെല്ലാൻ. ഒരു കുടം വെള്ളം മുക്കുവാനുള്ള വലിപ്പമേ ചോലയ്ക്കുള്ളൂ. എന്നാൽ എത്ര കുടം വെള്ളമെടുത്താലും അതിലെ വെള്ളം തീരില്ല. കൊടും വേനലിലും ഇവിടുത്തെ ജലം വറ്റാറില്ല. അമ്പലത്തിലെ നിവേദ്യങ്ങൾക്കെല്ലാം ഈ തീർത്ഥജലമാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ പേര് അമ്മത്തൂർ ബാലകൃഷ്ണ പണിക്കർ, ഈ ക്ഷേത്രത്തിലെ അകമ്പടി അവകാശി. ഈ ക്ഷേത്രത്തിന് ഒരു 1000 വർഷത്തിൻ്റെ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് ജ്യോതിഷശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നുള്ളതാണ് ഇതായിട്ട് പരമ്പരാഗതമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഉള്ള ക്ഷേത്രമാണ് മേക്കോട്ട ഭഗവതി ക്ഷേത്രം. അന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ രാജവംശത്തിലെ പരപ്പനാട് കോവിലവും അവർ പിന്നെ താവഴിയായിട്ട് ബേപ്പൂർ കോവിലവും കുറുമ്പനാട് കോവിലവും ഇവരായിരുന്നു ഇതിൻ്റെ ഉടമസ്ഥന്മാർ. അവർ തമ്മിലുള്ളതായ ചില തർക്കങ്ങളെ കൊണ്ട് അവരത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനീനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവരുടെ തെക്ക് ഭാഗത്തേക്ക് അവർ നീങ്ങി. എന്നാലും അവർ അവരുടെ ദേവനെ ദർശിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഓടി വരാറുണ്ട്. വന്ന് ഒക്കെ കണ്ട് തൊഴുത് ഒക്കെ അവരുടെ സങ്കടവും ദുഃഖവും ഒക്കെ പറഞ്ഞുകൊണ്ട് പോകാറുണ്ട്. പിന്നീടത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പിന്നെ ഒരു HRNCൻ്റെ ഒരു നിയമം വരുന്നതും ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണം അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞാൽ മറ്റേ ഇവരാണല്ലോ. അപ്പം ഈ പിന്നെ ക്ഷേത്രഭരണം ബുദ്ധിമുട്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രബല രാജാക്കന്മാരായ സാമൂതിരി മഹാരാജാവിനെ അവർ നടത്തിപ്പിനായിട്ട് ഏൽപ്പിക്കുകയാണ്.
അതിനുശേഷം ഇന്ന് വരെയും സാമൂതിരി മഹാരാജാവാണ് ഇതിൻ്റെ ട്രസ്റ്റി, ഇതിൻ്റെ ഉത്തരവാദി, ഇതിൻ്റെ ഭരണാധികാരി. എല്ലാ കാര്യങ്ങളും സാമൂതിരി രാജാവിൻ്റെ ഓഫീസിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. അവർ ആണ് ഇതിൻ്റെ ഭരണകർത്താക്കന്മാരിപ്പോൾ. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു 48 ഏക്കർ ഭൂമികളുണ്ട്. പല ഭാഗത്തുനിന്നും ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു സർവേ ഒക്കെ നടത്തി പല ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു 48 ഏക്കർ എന്നുള്ള നിലയ്ക്കാണ് നിൽക്കുന്നത്. ഇവിടെ കൈത നിറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കൈത നിറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് നെറും കൈതക്കോട്ട എന്നുള്ള പേര് സിദ്ധിച്ചതെന്നാണ് പിന്നെ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. അത് താഴെയായിട്ട് അറിയുന്ന വിവരങ്ങളാണ്. കുറേയൊക്കെ ഇവിടെ ചില സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കൈത നിറഞ്ഞതായതുകൊണ്ട് ഈ ഇവിടെ ഒന്നും അത്ര ഇതുണ്ടായിരുന്നില്ല. അവിടെ ഈ ചോലക്കണക്കന്മാരെന്നൊക്കെ പറഞ്ഞുള്ള ആദിവാസികളുമായുള്ള ആൾക്കാരോട് താമസിച്ചിരുന്നെന്നും അവരുടെ ഉപജീവന മാർഗം അനുസരിച്ചിട്ട് ഇവർ കൈത വല വെട്ടി പായും വെട്ടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ഏതോ ഒരാൾ ഇങ്ങനെ വെട്ടുന്ന സമയത്ത് അരിയാൾ മൂർച്ചയാക്കിയ അവസരത്തിൽ ചോര പ്രവാഹം കണ്ടെന്നും അത് തമ്പുരാക്കന്മാർ അറിയിച്ചപ്പോൾ തമ്പുരാക്കന്മാർ ഇവിടത്തിൻ്റെ ആൾക്കാരെയൊക്കെ ജ്യോതിഷ പണ്ഡിതന്മാരെയൊക്കെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഇവിടെ അയ്യപ്പൻ്റെ ഒരു സ്വയംഭൂ ഉണ്ടെന്നും അതിനെ വേണ്ട വിധം ഇത് ചെയ്യേണ്ടതാണെന്നൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രബലരായ അന്ന് ഒരു പരമ്പരാട്ടായ വംശക്കാർ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പണി തീർത്തുന്നാണ് എന്നാണ് താവഴിയായിട്ടും ചരിത്രത്തിൻ്റെ വിവരങ്ങൾ അനുസരിച്ചും ഒക്കെ അറിയപ്പെടുന്നത്. അന്ന് വേറൊരു സംഭവം കൂടി ഇവിടെ പറയുന്നുണ്ട്. അന്ന് ഇവിടെ അടുത്ത് താഴത്ത് തന്നെ ഒരു താഴത്തേൽ നിന്നൊരു വീടുണ്ട്. ആ വീട്ടിൽ ഒരു സന്യാസി അവിടെ രാത്രിത്തെ ഭക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടെന്നും അവിടെ ഒരു കണ്ണ് കാണാൻ പറ്റാത്തൊരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്തെങ്കിലും അപാകത വന്നേക്കും, ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ സന്യാസി പറഞ്ഞ് ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കുളിക്കാൻ പോയതാണ്. പിന്നെ അവർ തിരിച്ചു വന്നിട്ടില്ല. അവരുടെ ഭക്ഷണം അവർ പാകം ചെയ്തത് അന്ന് സൂക്ഷിച്ച മാതിരി കാര്യങ്ങൾ എന്തായാലും ഇന്നും അവർ അവരുടെ പൂജാമുറിയിൽ ഉരുളിയിൽ ആ ഭക്ഷണം വയ്ക്കുന്നുണ്ടെന്നുള്ളതാണ്, ഇന്നും വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയപ്പെടുന്നത്.